സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തിന്റെ സ്വന്തം വി പാർക്കിലാണ്. അപ്പൊ തന്നെ നമ്മുടെ ഒരു മച്ചാമെന്ന് ചോദിച്ചു, ബ്രോ VR ഗെയിംസ് ട്രൈ ചെയ്യുന്നു, പീഡിപ്പിച്ച് കൈ തരാൻ. വെറുതെ എന്തിനാ ഇത്രയും ഇടയ്ക്ക് ഇന്ന് പേടിച്ച് മെഴുകുന്ന വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഇല്ല ബ്രോ വേണ്ട, കൈ പൈസ ഇല്ലെന്ന്. അപ്പൊ തന്നെ അമീനൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, പൈസ ഞാൻ കൊടുത്തോളാം, നീ പലിശ അടക്കം പിന്നെ തന്നാൽ മതി. നിങ്ങൾ ആരും തെറ്റിയിരിക്കേണ്ട, നാലാളുടെ ഇടയ്ക്ക് വെച്ച് എന്നെ നാണം കെടുത്താനുള്ള പ്ലാൻ ആയിരുന്നു അത്. ബട്ട് ഗൈസ്, എക്സൈറ്റ്മെന്റ് കൂടി പോകണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലായിട്ട് പേടിയൊന്നും വന്നു. ഒട്ടും പേടി വന്നു. പുള്ളി പറഞ്ഞു, എടാ മോനെ എനിക്ക് മെന്റൽ സ്ട്രെങ്ത് കൂടിപ്പോയി, അതെന്നെ പേടിക്കാനേന്ന്. അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാണ് ഒരു മച്ചാൻ വന്ന പ്രൊഫഷണൽ ബോക്സിംഗ് കാഴ്ച വെക്കുന്നത്. ഇത് ബോക്സിംഗ് ആയിട്ട് കൂട്ടത്തില്ല, ബോക്സിംഗിന്റെ വേറെ എന്തോ ഒരു തരം ബോക്സിംഗ് അല്ലേ. അങ്ങനെ പുള്ളി നോക്കുന്നതിന്റെ ഇടയിൽ എന്റെ വായിന്ന് അറിയാതെ വന്നു ഇനി 2 മാസം ബോക്സിന് പോയ കാര്യം. അങ്ങനെ അത് കേട്ടത് അമീനൊക്കെ ഓടിപ്പോയി എനിക്കുള്ള VR സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. സംഭവം ശരിയാണ്, ഞാൻ 2 മാസം ബോക്സിന് പോയായിരുന്നു. ഇപ്പോഴല്ല, ഒരു കൊല്ലം മുമ്പേ. അതും ഞാൻ മാച്ചിന് പോലും ഇറങ്ങിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ കളിച്ച് നമ്മൾ തോറ്റു. എല്ലാരും ജയിക്കുന്ന സാധനം നമ്മൾ തോക്കും, എല്ലാരും പേടിക്കുന്ന സാധനം നമ്മൾ പേടിക്കത്തില്ല. ഇതെന്താ ഇങ്ങനെ? അമീനിക്ക എന്റെ പരിപാടി കൊള്ളായിരുന്നു. നീ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തു. നീ ഒരു ബോക്സറാണ്. ഞാൻ ബോക്സർ ഒന്നല്ല, കുറച്ച് ക്ലാസ്സിനുമായിട്ടുള്ള നോളജ് വെച്ച് നമ്മൾ മേടിച്ചാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി സ്ഥിരം പരിപാടി ആനുവൽ ഡേ ഉണ്ട്, അതിന് പോകണം. ചെന്ന് നോക്കിയപ്പോ എന്താ ജനസാഗരം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ടീമും. പിന്നെ നമ്മളൊരു പോപ്കോൺ വാങ്ങി തിന്നു. ആരും തെറ്റിയിരിക്കണ്ട, സ്വന്തം പൈസ ഇല്ല, കടയുന്നത് നമ്മുടെ പയ്യനെ കൊണ്ട് ഫ്രീ. നമ്മൾ ഇങ്ങോട്ട് വന്നത് അതിനാൻ്റെ കൂടെയാണ്, ആസ് യൂഷ്വൽ. അതിനാ നമ്മളെ ഓടിച്ചു. നമ്മൾ എന്നിട്ടും വേറെ വല്ല വണ്ടിയും കിട്ടുമെന്ന് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഇരുന്നപ്പോൾ കാര്യം മനസ്സിലായി, ഇനി ആരും വരാനില്ല. സോ നടന്നു തുടങ്ങിയ ഇടത്താം. സമയം ഇത്രയുമായത് കൊണ്ട് വീട്ടിൽ പോയാൽ ഇനി ഒന്നും കിട്ടാനില്ല. സോ നമുക്ക് വയറിറക്കണം. ആയതിനാൽ നമ്മൾ ഒരു സോഡ നാരങ്ങയുള്ള വാങ്ങി കുടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് 3 കിലോമീറ്റർ നടന്നിട്ട് വേണം വീടെത്താൻ. വീടെത്താറായി. നമ്മളിപ്പോൾ ഒരു 3 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് നമ്മൾ നടന്നെത്തി. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.